2004 സുഗന്ധഗിരി പുനരധിവാസ പദ്ധതി തുടങ്ങിയത്. 444 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനായിരുന്നു പദ്ധതി. 383 കുടുംബങ്ങൾക്ക് 5 ഏക്കർ വീതവും 40 പേർക്ക് 2 ഏക്കർ വീതവും 21 പേർക്ക് 1 ഏക്കർ വീതവും നൽകി. 340 വീടുകൾ നിർമ്മിച്ചു നൽകാൻ 2006 തീരുമാനമായി. 75,000 രൂപയായിരുന്നു ആദ്യം അനുവദിച്ചത്. പിന്നീടത് 1 ലക്ഷമാക്കി ഉയർത്തി. പൊഴുതന, വൈത്തിരി പഞ്ചായത്തുകളും ഹൗസിംഗ് ബോർഡും നിർമ്മിതി കേന്ദ്രയുമായിരുന്നു ആദ്യഘട്ടത്തിൽ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. 6 മാസത്തിനു ശേഷം ഹൗസിംഗ് ബോർഡും നിർമ്മിതി കേന്ദ്രയും ചുമതല ഒഴിഞ്ഞു. തുടർന്ന് 149 വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്ത SC/ST ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും ജോലികൾ പൂർത്തീകരിച്ചില്ല. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നല്ലൊരു ശതമാനം പൈസ ലേബർ സൊസൈറ്റി അഡ്വാൻസായിട്ട് വാങ്ങിച്ചെടുക്കുകയും വീടുകളുടെ പണി ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ കഴിയാതെ ആദിവാസികൾ ഇന്നും നരകയാതന അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സുഗന്ധഗിരിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 8 കുടുംബങ്ങൾ സ്വന്തം നിലയിൽ വീടുകൾ നിർമ്മിച്ച് പണം വാങ്ങാനായി വകുപ്പിനെ സമീപിച്ചപ്പോഴാണ് തുക സൊസൈറ്റി വാങ്ങിയതായി മനസ്സിലാക്കിയത്. പ്ലാസ്റ്റിക് കവറുകൾ മുകളിലിട്ടാണ് കുടുംബങ്ങൾ മഴക്കാലത്ത് കഴിയുന്നത്. ചില വീടുകൾ ഇപ്പോഴും തറയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു. പഞ്ചായത്തുകളെ ഏൽപ്പിച്ച വീടുകളുടെ നിർമ്മാണം ഗുണഭോക്താക്കൾക്ക് തന്നെ നൽകി. എന്നാൽ പലരും പണം വാങ്ങിയതല്ലാതെ നിർമ്മാണം നടത്തിയില്ല. 9 വർഷം മുമ്പാണ് സുഗന്ധഗിരിയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഗുണഭോക്താക്കൾക്കുള്ള വീട് നിർമ്മാണം പോലും ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. ക്യാമറ പേഴ്സൺ CP അനൂപിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.